വെൽക്കം ടു നിലമ്പൂർ തേക്ക് വുഡ് ആൻഡ് ഫർണിച്ചർ. ഇന്ന് നമ്മളിവിടെ റിവ്യൂ പറയാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിലമ്പൂർ തേക്കിൽ നിർമ്മിച്ച ചെയറാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മളെ സ്ഥലം എവിടെയാണ് വരുന്നതെന്ന്. നമ്മളെ ലൊക്കേഷൻ വരുന്നത് തേക്കിൻ്റെ നാട് എന്നറിയപ്പെടുന്ന നിലമ്പൂരാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. നിലമ്പൂർ തേക്കിനെ കുറിച്ച് നമ്മളൊരു പ്രത്യേകം വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നിലമ്പൂർ തേക്കിനെ കുറിച്ച് അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കപ്പോൾ റിവ്യൂലോട്ട് കടന്നാലോ? നമ്മൾക്കെന്നാൽ നിലമ്പൂർ തേക്കിൽ നിർമ്മിച്ച ചെയറിൻ്റെ റിവ്യൂലോട്ട് കടക്കാം. ആദ്യം തന്നെ ചെയറിൻ്റെ ടോപ്പിൽ നിന്ന് തുടങ്ങാം. ഈ ടോപ്പ് എന്ന് പറയുന്നത് 4 ഇഞ്ച് വീതിയും 1.5 ഇഞ്ച് കനമാണ് വരുന്നത്. ഇങ്ങനെയൊന്നും ചെയറിൻ്റെ ടോപ്പ് ആരും കൊടുക്കുന്നത് ഞാൻ ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എല്ലാവരും ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് മാക്സിമം 3 ഇഞ്ച് വരെ പോകാറുള്ളൂ. നമ്മൾ മിക്ക ചെയറിനും എല്ലാ ചെയറിനും 4 ഇഞ്ച് ഇല്ലെങ്കിൽ 5 ഇഞ്ച് കൊടുക്കാറുണ്ട് നമ്മളെല്ലാ മോഡൽസിനും. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ചെയറിൻ്റെ കാല് ബെൻഡായിട്ടാണ് വരുന്നത്. അതിങ്ങനെ പ്രത്യേകം വെട്ടി കൊണ്ടുവരണം, ഇങ്ങനെ ഇതില്ല. പിന്നെ ഇതിൻ്റെ മോഡലിന് ഈ റീപ്പർ എന്ന് പറയുന്നത് 2 ഇഞ്ച് വീതിയും 3/4 ഇഞ്ച് കനമാണ് വരുന്നത്. അങ്ങനെ 1 2 3 4 5 6 7 റീപ്പറാണ് കൊടുക്കൽ. 7 കൊടുക്കാറുണ്ട്, 6 റീപ്പറും കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പോൾ നമ്മൾ ഈ റീപ്പറിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് പറയാനുള്ളത് സീറ്റ് എന്ന് പറയുന്നത് 3 ഇഞ്ച് വീതിയും 1/2 ഇഞ്ച് കനവും ആണ് വരുന്നത്. 1/2 ഇഞ്ചൊന്നും ആരും കൊടുക്കാറില്ല, അങ്ങനെ കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കൂടുതലും 2 ഇഞ്ചാണ് ഉണ്ടാവൽ, ഇത് 3 ഇഞ്ച് ഉണ്ടാവില്ല. പിന്നെ നമ്മളത് 1 2 3 4 5 6 പീസ് വരും. പിന്നെ ആരതും ഇത് എല്ലാത്തിൻ്റെ മിക്ക സ്ഥലത്തും ഇത് ഒപ്പമുണ്ടാവില്ല, നമ്മൾ ഒന്ന് പുറത്തേക്ക് തള്ളിയിടലുണ്ട്. അതാണ് ഒന്നും കൂടി എനിക്ക് വൃത്തിയെന്ന് തോന്നാറുണ്ട്, അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ 3/4 ഇഞ്ച് ചട്ടാണ് വരിക, 3/4. ഇവിടെ 1 2 പിന്നെ ഇവിടെ 1 3 പിന്നെ ബാക്കിലൊന്നും വരും, അങ്ങനെ 4. മിക്ക സ്ഥലങ്ങളിലും ബാക്കിൽ ഉണ്ടാവാറില്ല, ബാക്കിൽ ചട്ടം കൊടുക്കാറില്ല ആരും. പിന്നെ നമ്മളെ കാല് വരുന്നത് 18 ഇഞ്ചിൽ 2.5 ഇഞ്ച് കനത്തിൽ വരും, 1 2 ഈ ഫ്രണ്ട് കാല്. പിന്നെ നമുക്ക് വരിക ഇവിടെ ഒരു റീപ്പറും ഇവിടെ ഒരു റീപ്പറും. ഇത് സ്ട്രോങ്ങിന് വേണ്ടിയാണ് ഈ റീപ്പർ കൊടുക്കുന്നത്. അപ്പോൾ നല്ല സ്ട്രോങ് ഉണ്ടാവും ഈ റീപ്പർ വരുമ്പോൾ. നമ്മൾ ഈ ബെൻഡ് ചെയറിൻ്റെ സുഖം എന്താണെന്ന് വെച്ചാൽ, ഈ ബെൻഡ് വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, കസാലയിലൊക്കെ ഇരിക്കുമ്പോൾ ആ സുഖം അത് വേറെ തന്നെയാക്കാറ്. അങ്ങനെ ചാരി ഇരിക്കുക, ടേബിൾ തൊട്ട് അതിനങ്ങനെ ചാരി ഉഷാറായി ഇരിക്കുക. നേരെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഇത് കറക്റ്റാ ചാരിയ ലാവിഷായിട്ട് ഇങ്ങനെ ഇരിക്കുക. അത് തന്നെ ഇതിൻ്റെ പ്രത്യേകത, ഈ ബെൻഡായി വരുമ്പോൾ അല്ല. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ ചെയറിന് ഇത്ര സ്ട്രോങ് ഉണ്ടോ ഇല്ലേന്നൊക്കെ. അപ്പോൾ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലേറെ സ്ട്രോങ് നിങ്ങൾക്ക് വേണോ? ഓക്കെ, ഇതിലേറെ സ്ട്രോങ് വേണോ? ഇതിന് മേലെ ഞാൻ കയറിക്കുന്നുണ്ട്, പോരെ. ഇത് എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, ഈ ചെയറിൻ്റെ വില എത്രയാണ് വരുന്നതെന്ന്. ഈ ചെയറിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഷോപ്പുകളിലൊക്കെ പോയി ചോദിച്ചാൽ അറിയാം നിലമ്പൂർ തേക്കിൻ്റെ ചെയറിന് എത്രയാണ് വരുന്നതെന്ന്. മിനിമം ഒരു 4000 5000 3000 ഒക്കെ കുറവാണ്. നിലമ്പൂർ തേക്ക് അത്രക്ക് കിട്ടൂല, അതിന് പറഞ്ഞ് പറ്റിക്കുന്നതാവും ആൾക്കാരെ. നിലമ്പൂർ തേക്കാണെന്ന് പറഞ്ഞിട്ട് വേറെ സാധനമൊക്കെ കൊടുക്കുന്നവരുണ്ട് കൂടുതലും. അപ്പോൾ നമ്മളെടുത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ചെയറിന് 2000 രൂപയാണ് ഒരു പീസിന്. നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങളിലോട്ട് പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോകൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. പിന്നെ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇതല്ല, കുറേയേറെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താനുണ്ട്, കുറേയേറെ വില പറയാണ്ട്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് പറയാണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ വീഡിയോ ഉപകാരപ്പെട്ടിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഏറ്റവും വലുത് എന്താ വെച്ചാൽ, ഫർണിച്ചർ ആവശ്യമുള്ള നിങ്ങളെ റിലേറ്റീവ്സും ഒക്കെ ഉണ്ടാവും, അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആൾക്കാരും പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനും നമ്മളെ വുഡിനെ കുറിച്ചും ഒക്കെ അറിയാനും
നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നതാണ്. അതിൽ വാട്സപ്പിൽ എപ്പോൾ മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവർക്കും റിപ്ലൈ കിട്ടും. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.